പ്രിയപ്പെട്ടവരെ, ഞാൻ ഗംഗൻ കുഞ്ഞുമംഗലം. ഇന്ന് ചൊവ്വാഴ്ച. സർഗജാലകത്തിൽ ഇന്ന് ഗീതകത്തിൻ്റെ ദിവസമാണല്ലോ. ഈ ആഴ്ച വലിയൊരു നഷ്ടത്തിൻ്റെ ആഴ്ച തന്നെയാണ്. മലയാള സാഹിത്യത്തിന് ഏറെ നഷ്ടങ്ങൾ സംഭവിച്ച വർഷമാണ് കടന്നുപോയത്. പുതുവർഷത്തിൻ്റെ തുടക്കം തന്നെ മലയാള കാവ്യലോകത്തിനും സിനിമാ ലോകത്തിനും വലിയ പ്രഹരമേൽപ്പിച്ച് യുവകവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാനെ കവർന്നെടുത്ത് പ്രകൃതി അതിൻ്റെ കാവ്യനീതി നടപ്പാക്കുകയാണ്. നിലപാടുകൾ തുറന്നു പറയാൻ, തുറന്നെഴുതാൻ ഭയപ്പെടുന്നൊരു കാലത്താണ് പ്രത്യയശാസ്ത്ര അപജയത്തെ പോലും തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു വിപ്ലവ തേജസ്സിനെ കാലം മടക്കി വിളിച്ചത്. അത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നവീകരണത്തിന് ഒരു തിരിച്ചടി തന്നെയാണെന്ന് പറയാതെ തരമില്ല. കാവ്യലോകം മാത്രമല്ല, ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത കുറേ കവിതകളും അതുപോലെ തന്നെ കുറേ സിനിമാ ഗാനങ്ങളും മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് പനച്ചൂരാൻ്റെ മടക്കം. അത് സർഗജാലക കുടുംബത്തിൻ്റെയും കൂടി നഷ്ടമാണ്. നമ്മുടെ കുടുംബാംഗമായ രാജേഷ് പനയന്തട്ടയുടെ ഫോറസ്റ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച മണികർണികയ്ക്ക് അവതാരിക എഴുതിയത് രാജേഷ് വക്കീലിൻ്റെ സതീർത്ഥ്യൻ കൂടിയായ അനിൽ പനച്ചൂരാനാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജേഷിനെ പോലെ സർഗജാലക കുടുംബത്തെയും ഏറെ ദുഃഖത്തിലാഴ്ത്തുന്നു. പനച്ചൂരാന് സർഗജാലകത്തിൻ്റെ ആദരമർപ്പിച്ച് രാജേഷ് പനയന്തട്ട സംസാരിക്കും. പ്രിയപ്പെട്ട രാജേഷിനെ ഇന്നത്തെ ഗീതകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഗീതകത്തിൽ അതിഥിയായെത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീത അധ്യാപകനായ ഭാസ്കരൻ കെ വി പയ്യന്നൂരാണ്. തുടക്കത്തിൽ പയ്യന്നൂരിലെ ആദ്യകാല നൃത്തസംഗീത വിദ്യാലയമായ ശരവണഭവ സംഗീത വിദ്യാലയത്തിലും തുടർന്ന് തലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൽ നിന്നും മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ മ്യൂസിക് ലോവറും ഹയറും പാസ്സായ അദ്ദേഹം അന്നൂർ യു പി സ്കൂളിൽ സംഗീത അധ്യാപകനായി. 2007 റിട്ടയർ ചെയ്തതിന് ശേഷവും സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താവായും ഏറെ നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആകാശവാണി ലളിതഗാനം ആർട്ടിസ്റ്റായ ഭാസ്കരൻ മാഷിനും ആകാശവാണി പ്രാദേശിക നിലയങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ തീരുമാനത്തിൽ ഏറെ ആശങ്കയുണ്ടാകും. അദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരുടെ അവസരങ്ങളാണല്ലോ അതുവഴി നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. കുട്ടികളെ സംഗീതം പഠിപ്പിക്കലുമായി ഇപ്പോഴും വളരെ സജീവമായി സംഗീതരംഗത്തുള്ള ഭാസ്കരൻ മാഷാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭാസ്കരൻ കെ വി പയ്യന്നൂർ അവറുകളെ സർഗജാലകത്തിന് ഇന്നത്തെ ഗീതകത്തിലേക്ക് സ്നേഹ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗീതകത്തിൻ്റെ ഏകോപന ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സർഗജാലകത്തിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി AK ഈശ്വരേട്ടനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗീതകത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന സർഗജാലകം ട്രഷറർ പ്രിയപ്പെട്ട NV ഗംഗാധരൻ മാസ്റ്ററെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർഗജാലകത്തിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളെയും സംഗീത പ്രതിഭകളും ആസ്വാദകരുമായ മുഴുവൻ സർഗജാലകം കുടുംബാംഗങ്ങളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഗീതകത്തിൻ്റെ ഏകോപനം നിർവഹിക്കാൻ AK ഈശ്വരേട്ടനെ ക്ഷണിക്കുന്നു. സർഗജാലകത്തിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സർഗജാലകത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗംഗൻ കുഞ്ഞുമംഗലം, അഡ്വക്കേറ്റ് രാജേഷ് പനയന്തട്ട, ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ഭാസ്കരൻ മാഷ്, അഡ്മിൻ പാനൽ അംഗങ്ങളെ, ഇന്ന് സ്വാഗത ഭാഷണത്തിൽ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഗീതകം പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ മലയാളികളുടെ പ്രിയ കവിയും ഗാനരചയിതാവുമായി മലയാളി ഹൃദയം കീഴടക്കിയ, നമ്മെ ഈ വർഷാദ്യം തന്നെ തീരാ ദുഃഖത്തിലാഴ്ത്തി വിട പറഞ്ഞുപോയ ശ്രീ അനിൽ പനച്ചൂരാനെ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയും നമ്മുടെ കുടുംബാംഗവും കവിയുമായ അഡ്വക്കേറ്റ് രാജേഷ് പനയന്തട്ടയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് പനയന്തട്ട. ഇന്ന് സർഗജാലകത്തിലെ ഗീതകം പരിപാടി അകാലത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞുപോയ കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ്റെ അനുസ്മരണയായി നടത്തുവാൻ തീരുമാനമെടുത്ത അഡ്മിൻ പാനൽ അംഗങ്ങളെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ. വളരെയേറെ ഹൃദയം തകരുന്ന വേദനയോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അനിൽ പനച്ചൂരാൻ എനിക്ക് കേവലം ഒരു കവി മാത്രമല്ല, ഗാനരചയിതാവ് മാത്രമല്ല, ഹൃദയത്തെ തൊട്ടുനിന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ശാസിക്കുവാനും വിമർശിക്കുവാനും മടി കാണിക്കാത്ത എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ.
കെട്ടകാലം ഭൂമിയിലെ നന്മകളൊക്കെയും നമ്മിൽ നിന്നും വെട്ടിമാറ്റുമ്പോൾ പ്രിയമുള്ള ഈ നന്മമരത്തെയും വേറെടക്കം ഇത്ര വേഗത്തിൽ പറിച്ചു മാറ്റും എന്ന് ഒരിക്കലും സ്വപ്നേവി പോലും നിരൂപിച്ചില്ല. പ്രിയപ്പെട്ട പനച്ചൂരാനുമായുള്ള എൻ്റെ ആത്മബന്ധം ആരംഭിക്കുന്നത് 1999 നിയമം പഠിക്കുവാനായി തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിലേക്ക് പോയ കാലം തൊട്ടാണ്. ഇപ്പോഴും ഓർക്കുന്നു, ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു യുവ സന്യാസി രൂപി കയ്യിൽ ഒരു തോൾസഞ്ചിയും തൂക്കി ക്ലാസ് റൂമിലേക്ക് കടന്നു വന്ന ആ വരവ്. അന്ന് അദ്ദേഹം ആന്ധ്രയിലെ പഠനകാലത്ത് ആന്ധ്രയിലെ MA പഠിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ വച്ച് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സന്യാസിയിൽ നിന്നും സ്വീകരിച്ച സന്യാസ ദീക്ഷ പിന്നെയുള്ള വർഷങ്ങളോളമുള്ള ഭാരതം മുഴുവനുമുള്ള സന്യാസിയായുള്ള അലച്ചിൽ ഇതൊക്കെ കഴിഞ്ഞ് സന്യാസ ജീവിതം ഉപേക്ഷിച്ച് വീണ്ടും ഭൗതിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് നിയമം പഠിക്കുവാൻ അദ്ദേഹം ഞങ്ങളുടെ കോളേജിലേക്ക് കടന്നു വന്നത്. പ്രായത്തിൽ ഞങ്ങളെക്കാൾ ഏറെ മുതിർന്ന ഒരാൾ. അന്ന് അനിൽ പനച്ചൂരൻ ഇത്രയൊന്നും പ്രശസ്തനല്ല. പിന്നീട് അറിഞ്ഞു ചങ്ങമ്പുഴ അവാർഡ് ലഭിച്ച കവിയാണ് ഞങ്ങളുടെ കൂടെ പഠിക്കുവാൻ വന്നിരിക്കുന്നത് എന്ന്. വാക്കുകളിൽ തീഷ്ണതയും ചടുലതയും ഒളിപ്പിച്ച മനുഷ്യൻ, ആരെയും കൂസാത്ത പെരുമാറ്റം, എന്തിനോടും കലഹിക്കുവാൻ എപ്പോഴും തയ്യാറെടുക്കുന്ന സ്വഭാവം. എഴുത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പരിചയപ്പെടുവാനായി ഞാൻ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി. ആ ചേർത്ത് നിർത്തൽ 2021 ജനുവരി മാസം 3-ാം തീയതി രാത്രി, മിനിഞ്ഞാന്ന് രാത്രി, ആ ആത്മാവ് ചിറകടിച്ച് ദൂരേക്ക് പറന്നു പോകുന്നത് വരെ അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. ഞങ്ങളുടെ ആ കോളേജ് പഠനകാലത്താണ് അനിൽ പനച്ചൂരാന്റെ വിഖ്യാതമായ പല പ്രണയ കവിതകളും ജനിക്കുന്നത്. ആ പ്രണയ കവിതകളുടെ ആർദ്രമായ കവിതയുടെ നടന താളത്തിൻ്റെ ആദ്യ കേൾവിക്കാരിൽ ഒരാളാകുവാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചിരുന്നു എന്ന് ഞാൻ ഇന്ന് ചാരിതാർത്ഥത്തോടുകൂടെ ഓർത്തെടുക്കട്ടെ. കവിതയ്ക്ക് താളം വേണം, താളബോധമില്ലാത്ത എഴുത്ത് കവിതയാകില്ല എന്ന് എന്നെ പഠിപ്പിച്ച ഗുരുതുല്യം കൂടെയാണ് എനിക്ക് അനിൽ പനച്ചൂരൻ. അദ്ദേഹം ഒരുപാട് ഗദ്യ കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഗദ്യ കവിതകളിലും ചടുലമായ കാവ്യദേവതയുടെ നടനതാളം അനുഭവിക്കുവാൻ വേണ്ടി സാധിക്കും. ചുറ്റിലും നിൽക്കുന്ന സകലത്തിനോടും കലഹിക്കുവാനും പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ചോരവീണ മണ്ണിൽ എന്ന പ്രശസ്തമായ വിപ്ലവ കവിത എഴുതിയ അതേ പനച്ചൂരാൻ തൻ്റെ ചുറ്റിലും നടക്കുന്ന രാഷ്ട്രീയ അക്രമങ്ങളിൽ മനം നൊന്ത്, പ്രത്യേകിച്ചും കണ്ണൂരിലെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന തുടർച്ചയായ കൊലപാതക പരമ്പരകളിൽ മനം നൊന്ത് ആ പാട്ട് ഇനി ഞാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദിവാസി ബില്ല് കേരള നിയമസഭ ചർച്ചക്കെടുത്തപ്പോൾ അന്ന് കവി കടമ്മനിട്ട, കുറത്തി എഴുതിയ കടമ്മനിട്ട കേരള നിയമസഭയിൽ MLA ആയിരുന്നു. ഒരക്ഷരം മിണ്ടാതെ കവി കടമ്മനിട്ട ആദിവാസി ബില്ലിനെ മൗനം കൊണ്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ പനച്ചൂരാനിലെ വിപ്ലവകാരി ഉണർന്നത് കേരളം കണ്ടതാണ്. കടമ്മനിട്ടക്കെതിരെ കുറത്തി വീണ്ടും എത്തുന്നു എന്ന പ്രശസ്തമായ കവിത അദ്ദേഹം എഴുതുകയും ആ കവിത കടമ്മനിട്ടയുടെ റൂമിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്കെ ചൊല്ലുവാനും പനച്ചൂരാന് ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല. കുറത്തി വീണ്ടും എത്തുന്നു എന്ന കവിതയിൽ ഒരു കാലത്ത് കുറത്തി എഴുതിയ കടമ്മനിട്ട കുറത്തിയെ അപമാനിക്കുന്ന രീതിയിൽ ആദിവാസി ബില്ലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. നിയമസഭാ മന്ദിരത്തിൽ കുറത്തിയെത്തുന്നു, നിയമപാലകർ അവളെ നോക്കി കണ്ണിറക്കുന്നു, കവിയുടെ കൽപ്പാട് നോക്കി അവൾ ചോദിപ്പൂ, എവിടെ എൻ്റെ കിടാത്തൻ, നെഞ്ചിലെ ചൂടു തന്ന കൊറുമ്പൻ, കാട്ടുതണലിലെൻ്റെ നെഞ്ചകമേറ്റുവാങ്ങിയവൻ, കാടെരിഞ്ഞപ്പോൾ കാട്ടുകിളി കരഞ്ഞപ്പോൾ, കാട്ടുമാടം പൊട്ടിവീണത് കണ്ടുനിന്ന കണ്ണെരിഞ്ഞപ്പോൾ, കടലല പോലെ കവിത പാടി കൂടെ എത്തിയവൻ എന്ന് തുടങ്ങിയ കുറത്തി അവസാനം കാക്കിധാരികൾ
നിയമസഭയിൽ നിന്നും കുറത്തിയെ ആട്ടിപ്പുറത്താക്കി പടിയടക്കുന്നു എന്ന് പറഞ്ഞു വച്ച് അവസാനം കുറത്തി ആത്മകഥം ചെയ്യുകയാണ്. ചോരപ്പൊടിയും കണ്ണിലൂടെ കോപമെരിയുമ്പോൾ മൂർത്തമായൊരു ശാപമായി കുറത്തി നിൽക്കുന്നു. പഴയ മട്ടിൽ പുതിയ വരികൾ അവള് പാടുന്നു, നിങ്ങൾ ഓർക്കുക ഞങ്ങൾ എങ്ങനെ ഇങ്ങനെയായെന്ന്. ഇങ്ങനെ എഴുതുവാനും കടമ്മനിട്ടയുടെ മുഖത്തേക്ക് നോക്കി പാടുവാനും ധൈര്യമുള്ള ഒരേയൊരു മനുഷ്യൻ മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രിയപ്പെട്ട അനിൽ പനച്ചൂരാനാണ്. പ്രണയിക്കുവാൻ വേണ്ടി മാത്രം ഒരുപക്ഷെ ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഭൂമിയിലേക്ക് വന്ന ഗന്ധർവ ജന്മമാണ് അനിൽ പനച്ചൂരാൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ആഴവും പരപ്പും ഭംഗിയും താളവും ലയവും തൊട്ടറിഞ്ഞ ആരും തെറ്റാണ് എന്ന് പറയുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. പാർവതി എന്ന കവിതയിലെ അദ്ദേഹത്തിൻ്റെ വരികളെ നോക്കൂ. പാർവതി നീ പിറന്നതൻ പ്രാണനിൽ പ്രണയസങ്കീർത്തനം പാടിയാടുവാൻ, പൂങ്കിനാവിൻ്റെ പൂനുള്ളിനുള്ളിൽ നീ താരനിശയിലൂടൂറും നിലാവിൻ്റെ നീലനൂലിൽ കൊരുത്തും എൻ്റെ നേർപ്പകുതി പകുത്തും, ഇടനെഞ്ചിലെ കടുംതുടിയിൽ താളപ്രപഞ്ചം പടച്ചും, എൻ്റെ താപസവേനലിൽ ഹിമബിന്ദു വർഷിച്ചു വന്നു നിൽപ്പു തുഷാരാർദ്ര നന്ദിനി. പാർവതീ നീ മറഞ്ഞതൻ ജീവനെ അഗ്നി അഞ്ചിലുമിട്ടു പൊള്ളിക്കുവാൻ, എൻ്റെ ജീവിതം പങ്കിടാൻ വന്നിടും പൂങ്കനിവിൻ്റെ പൽക്കിണ്ണമാണു നീ. ഏത് ഹൃദയമാണ് ഈ വരികളിൽ അലിഞ്ഞു പോകാതായിട്ടുള്ളത്? വലയിൽ വീണ ഇണക്കിളികളുടെ വിരഹപ്രണയത്തെ അടയാളപ്പെടുത്തിയ വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ എന്ന കവിതയിലെ വരികൾ നോക്കൂ. വേടം വിരിച്ച വലയിൽ വീണ 2 ഇണക്കുരുവികൾ. അതിലൊന്നിനെ വില പറഞ്ഞ് ആരോ വാങ്ങി പോകുമ്പോൾ വിൽക്കപ്പെട്ട ആൺപക്ഷിയുടെ വിലാപം, തലയറിഞ്ഞു ചത്തു ഞാൻ വരും നിന്റെ പാട്ട് കേൾക്കുവാനുയിർ, കൂടുവിട്ട് കൂടുപായുമെൻ മോഹമാര് കുട്ടിലാക്കിയിടും. ആരുടെ കരളിലാണ് ഈ വരികൾ നെരിപ്പോട് പോലെ പുകയാതിരിക്കുക? ജീവിതത്തിൻ്റെ നാനാവേഷങ്ങൾ കെട്ടിയാടിയ കവിഹൃദയം. സന്യാസിയായി, കവിയായി, അഭിഭാഷകനായി, ഗാനരചയിതാവായി എത്രയെത്ര ഭാവങ്ങളിൽ പ്രിയപ്പെട്ട പനച്ചൂരാൻ നമ്മുടെ മുമ്പിൽ വന്നു. സ്വന്തം ഹൃദയം മുറിവേൽപ്പിച്ച് അതിൽ നിന്നും കിനിയുന്ന ചോര കൊണ്ടാണ് പനച്ചൂരാൻ കവിത എഴുതിയിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രണയ കവിതകൾ 90കളുടെ ക്യാമ്പസിനെ പ്രണയാർദ്രമാക്കിയിരുന്നു. ചങ്ങമ്പുഴക്കുണ്ടായിരുന്നതുപോലെ പെൺകുട്ടികൾ കാമുകി ഹൃദയത്തോടുകൂടെ ആ പ്രകാശവലയത്തിന് ചുറ്റും ഒരു കടാക്ഷം കാക്ഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്നത് കൗതുകത്തോടെ കണ്ടു നിന്നിട്ടുണ്ട്. പ്രണയത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ എത്രയെത്ര വരികൾ ആ തൂലികത്തുമ്പിൽ പിറന്നു വീണു. കഴുകിയാലും വൃത്തിയാകാത്ത കൈകളിൽ അപ്പോഴും ഉതിരം മണക്കും, ഒടുവിൽ ദിനമെത്തുന്നു നിൻ ബന്ധുക്കൾ വാദ്യഘോഷങ്ങളോടെത്തും, കാറ്റും മരങ്ങളും ഈ കടൽ തിരകളുമൊക്കെ കലാപമായെത്തും, കാലം കാട്ടുതീയായി നിന്നെ നീറ്റും, ധൂമാവതികൾ പറഞ്ഞ നേരൊക്കെയും ഭീതിയോടന്നു നീ ഓർക്കും. ധൂമാവതികൾ എന്ന പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കവിതയിൽ 70കളിലെ നക്സൽ കാല കവിതകൾക്ക് പോലുമില്ലാത്ത മൂർച്ചയോടുകൂടെ അദ്ദേഹം എഴുതിയ വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. യാമിനിക്ക് എന്ന കവിതയിൽ ഒരു കൈയിൽ നിലാവിൻ്റെ താലവും മറുകൈയിൽ ഇരുട്ടിൻ്റെ തട്ടവുമേന്തി സന്ധ്യയാം സീമന്തരേഖയിൽ നിന്നുമാ സിന്ദൂരകാന്തി മായിച്ച വിഘ്നയായെത്തുന്നു നീനിശേ യുവതിയാം വിധവയെപ്പോലെ എന്ന് പനച്ചൂരാൻ രേഖപ്പെടുത്തി. അദ്ദേഹം എൻ്റെ വാനമ്പാടിക്ക് എന്ന കവിത ക്യാമ്പസിൽ ഇരുന്ന് പാടിയത് ഇപ്പോഴും എൻ്റെ കർണത്തിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. പാടാതിരിക്കുവാനാവില്ല എനിക്കെൻ്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ, രപാടിയല്ലേ രാഗാർദ്രനല്ലേ നിശാഗന്ധി പൂക്കുന്ന യാമമല്ലേ എന്ന് തൻ്റെ മധുരമുള്ള ഇമ്പമുള്ള സ്വരത്തിൽ പനച്ചൂരാൻ പാടുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയം ആ രാപ്പാടിക്കൊപ്പം രാഗാർദ്രനായ ആ പ്രിയപ്പെട്ടവനൊപ്പം സഞ്ചരിക്കുന്നില്ലേ? ലാൽ ജോസിൻ്റെ അറബിക്കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ലാൽ ജോസിൻ്റെ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയാണ് പ്രിയപ്പെട്ട പനച്ചൂരാൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ആ സിനിമയിൽ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ അത് മലയാളക്കര ഏറ്റെടുക്കുകയായിരുന്നു.
കവിതയ്ക്ക് നഷ്ടമായതെന്താണോ അത് മലയാള സിനിമാ ഗാനരംഗത്തിന് നേട്ടമായി മാറുകയായിരുന്നു. ചോര വീണ മണ്ണിൽ നിന്നും, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എന്ന ഗാനങ്ങളിൽ തുടങ്ങി പനച്ചൂരാൻ്റെ തൂലികയിൽ പിറന്ന എത്രയെത്ര ഗാനങ്ങൾ മലയാളികളുടെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്നു. നമ്മുടെയൊക്കെ സിരകളിൽ ആവേശമുയർത്തിയ ചോര വീണ മണ്ണിൽ നിന്ന് എന്നെഴുതിയ അതേ തൂലിക കൊണ്ട് തന്നെ അദ്ദേഹം പ്രണയാർദ്രമായ എത്രയെത്ര വരികൾ എഴുതി. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തൊടുന്ന അണ്ണാരക്കണ്ണ വാ എന്ന പ്രശസ്തമായ ഗാനം അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പിറന്നു വീണു. ജിമിക്കി കമ്മൽ എന്ന യുവത്വത്തിൻ്റെ എല്ലാ ആവേശത്തെയും ആവാഹിപ്പിച്ചെടുത്ത ഗാനം അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറന്നു വീണു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായൻ എന്ന അദ്ദേഹത്തിൻ്റെ ഗാനം പ്രവാസികളുടെ ഓർമ്മകളെ, പ്രവാസികളുടെ ഗൃഹാതുരതയെ എത്ര കണ്ണുനീരണിയിച്ചു. ഒരു മാത്ര കൂടി നീ ഇവിടെ നിന്നാൽ ഞാൻ ജനമൃതികൾ അറിയാതെ പോകും എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രണയത്തിൻ്റെ ഏതൊക്കെ വിഹായസിലേക്ക് യുവ മനസ്സുകളെ ഉയർത്തിവിട്ടു. സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ എന്നെഴുതിയ പനച്ചൂരാനോടൊപ്പം കേരളത്തിലെ ക്യാമ്പസുകളും ഇടതു പ്രസ്ഥാനങ്ങളും ഒരു കാലത്ത് ഉറക്കെ ആ ഗാനം ഏറ്റുപാടിയില്ലേ? വലയിൽ വീണ കിളികളും പ്രണയകാലവുമെല്ലാം ക്യാമ്പസുകളുടെ ലഹരിയായി പടർന്നു. കവി എന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്തി, ഗാനരചയിതാവ് എന്ന രീതിയിൽ സ്വയം അടയാളപ്പെടുത്തി. അകാലത്തിൽ ഒരിക്കലും തിരികെ വരാത്തൊരു യാത്രയിലേക്ക് പ്രിയപ്പെട്ട അനിൽ പനച്ചൂരാൻ മടങ്ങുകയാണ്. കവിത മാത്രം ബാക്കിയാക്കിക്കൊണ്ടുള്ള യാത്ര. പ്രിയ കവി കാട്ടാക്കട മുരുകൻ പറഞ്ഞതുപോലെ മലയാള കവിതയിലെ ബുദ്ധിജീവികൾ മനഃപൂർവ്വം അദ്ദേഹത്തെ തമസ്കരിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാലത്തിനോടും വ്യവസ്ഥിതിയോടും പ്രത്യയശാസ്ത്രങ്ങളോടും ഒക്കെ കലഹിച്ച പ്രിയമുള്ള കവി ഒടുക്കം യാത്രയായി. ഒരു മഴ പെയ്തെങ്കിൽ എന്ന കവിതയിൽ അദ്ദേഹം എഴുതിയതുപോലെ, ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകും ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ. ഇടവമാസ പെരുമഴയായി മാറി ഇനി എൻ്റെ അനിലേട്ടൻ മടങ്ങി വരികയില്ല എന്നറിയാം. എങ്കിലും വെറുതെ വീണ്ടും വീണ്ടും കൊതിക്കുന്നു. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകും ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ. കാത്ത മുല്ലയ്ക്ക് പൂവിടാൻ കാത്തൻ്റെ പൂക്കാലമെല്ലാം ഒഴിഞ്ഞുപോയി. പൂവിളി കേൾക്കുവാൻ കാതോർത്തിരുന്നെൻ്റെ പൂവാങ്കുരുന്നീലവാടിപ്പോയി. മരം പൊട്ടിയ വഞ്ചിയിലാശകൾ എങ്ങോട്ടെന്നില്ലാതെ യാത്ര പോകേ. കാറ്റ് വീശുമ്പോൾ തുഞ്ചത്തിരിക്കുവാൻ ആരോരുമില്ലാത്തൊരേകാകി ഞാൻ. ചിറകിൻ്റെ തുമ്പിലൊളിപ്പിച്ച കുളിരുമായി ഇടനെഞ്ചിൽ പാടിയ പെൺകിളികൾ ഇണകളെ തേടി പറന്നു പോകും വാന കണികാലയങ്ങളിൽ കണ്ണു തേടി. ചിങ്ങമാസത്തിലൻ ഓണപ്പുടവയ്ക്ക് തീ പിടിച്ചു. വാടക വീടിൻ്റെ വാതിലു വിറ്റ് ഞാൻ വാടകയെല്ലാം കൊടുത്തു തീർത്തു. എങ്ങു നിന്നോ
വന്ന ചിങ്ങമാസത്തിലൻ ഓണപ്പൂടവയ്ക്ക് തീ പിടിച്ചു. വാടക വീടിന്റെ വാതിലു വിറ്റ് ഞാൻ വാടകയെല്ലാം കൊടുത്തു തീർത്തു. പഴന്തോണി കെട്ടിലെ ഓർമതൻ താഴുന്താക്കോലും തിരിച്ചെടുത്തു. കുളികൂടി കല്യാണ നാള് പുലർന്നപ്പോ കടിഞ്ഞൂക്കിനാവിലേറും ഭരിച്ചു. മുറ്റത്ത് ഞാൻ നട്ട കാഞ്ഞിരക്കൊമ്പത്ത് കാക്കകൾ കുയിലിന് ശ്രാദ്ധമൂട്ടി. ചിത്രകൂടങ്ങളുടഞ്ഞു മഴ ചാറി മീനാരമൊക്കെ തകർന്നു. ചിത്രകൂടങ്ങളുടഞ്ഞു മഴ ചാറി മീനാരമൊക്കെ തകർന്നു. വേദനയാണെനിക്കിഷ്ടം പതിവായി കരയാതിരിക്കുന്ന കഷ്ടം. നോവിന്റെ വിധിയിലേഖനായി പോവാൻ നോയമ്പെടുത്തു സഹർഷം. പൂക്കാത്ത മുല്ലയ്ക്ക് പൂവിടാൻ കാത്തന്റെ പൂക്കാലമെല്ലാം ഒഴിഞ്ഞുപോയി.